ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി യാഥാർത്ഥ്യമാകുന്നു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്നവർക്കും മികച്ച ചികിത്സ ഉറപ്പാകും. റിപ്പോർട്ട് കാണാം. ഇതോടെ ന്യൂസ് അറ്റ് 5 PM പൂർണ്ണമാകുകയാണ്. പ്രാദേശിക വാർത്തകളിൽ വിഷ്ണുപ്രിയ ചേരും. അപ്പോൾ ഇത്ര ഒരു സൗകര്യം കിട്ടുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യ മുഹൂർത്തമാണ്. ശബരിമലയുടെ ഏറ്റവും അടുത്തുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രദേശത്തെ ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാകും. വർഷത്തിൽ 365 ദിവസവും പ്രവർത്തിക്കുന്ന സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, ഏറ്റവും അധികം ആളുകൾ എത്തുന്ന സ്ഥലം, അതുമാത്രമല്ല നമ്മുടെ ഉന്നതികളിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം, അതുമാത്രമല്ല സമീപ പ്രദേശങ്ങൾ, ഇപ്പോൾ തന്നെ നമ്മൾ പമ്പാവാലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ, അങ്ങനെയുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം ഒരു എമർജൻസി ആൻഡ് ട്രോമ കെയർ സംവിധാനം, ആ രീതിയിലേക്ക് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിലയ്ക്കലിൽ 2 ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന റാന്നി MLA പ്രമോദ് നാരായണൻ. ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ നാഴികക്കല്ലുകളാകുന്ന 2 ബൃഹത് പദ്ധതി. ഒന്ന്, ടാങ്കറുകളിൽ കാലങ്ങളായി തീർത്ഥാടകർക്ക് വെള്ളമെത്തിച്ചിരുന്നു എങ്കിൽ നിലയ്ക്കൽ നേരിട്ട് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രി മുൻകൈയെടുത്ത് നടപ്പിലാക്കി. ഇപ്പോൾ പത്തനംതിട്ടയുടെ സ്വന്തം മന്ത്രി അതിലേറ്റവും അഭിമാനത്തോടെ പറയേണ്ടത് ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എത്തുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ സൗകര്യം ഒരു ട്രോമ കെയർ നൽകുക. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി LDF സർക്കാർ വലിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. നിലയ്ക്കലിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇനി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുളമോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.